നമുക്ക് കാർനോട്ട് സൈക്കിളിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യണം. റെഫ്രിജറേറ്ററായിട്ട് ബന്ധപ്പെട്ടാണ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. Capacity of a refrigerator is 450 tons when working between -15 degrees Celsius and 30 degree Celsius. ഇതിൻ്റെ അർത്ഥം ഒരു റെഫ്രിജറേറ്റർ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ആ റെഫ്രിജറേറ്ററിൻ്റെ എയിം എന്ന് പറയുന്നത് നമുക്കൊരു ആപ്പിൾ ഉണ്ടെങ്കിൽ ആ ആപ്പിൾ അതിൻ്റെ അകത്ത് കൊണ്ട് വെക്കുമ്പോൾ അതിനെ കൂൾ ചെയ്ത് ഒരു ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കൊണ്ടുവെക്കാൻ പോകുന്ന ആപ്പിളിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അത് ഫ്രീസറിൽ കൊണ്ടുവച്ചാൽ ഒരു -15 ഡിഗ്രി സെൽഷ്യസ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് സെൻറ്റൻസ് അതാണ് മെയിൻ ചെയ്യുക. അതായത് -15 ഡിഗ്രി സെൽഷ്യസിൻ്റെയും 30 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഡിഫറെൻറ്റ് ബിറ്റ്വീനിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ റെഫ്രിജറേറ്റർ. ആ റെഫ്രിജറേറ്ററിൻ്റെ കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 450 ടൺസ്. ഈ കപ്പാസിറ്റി എന്നുള്ള വേർഡ് സൂക്ഷിച്ച് മനസ്സിലാക്കുക. കപ്പാസിറ്റി അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ, ഇതെല്ലാം അർത്ഥമാക്കുക സെയിം കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റെഫ്രിജറേറ്റഡ് സ്പേസിൽ നിന്ന് എത്രത്തോളം ഹീറ്റ് ഞാൻ അബ്സോർബ് ചെയ്യുന്നു അതിനെയാണ് ഞാൻ കപ്പാസിറ്റി ഓഫ് എ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്നൊക്കെ വിളിക്കുക. അത് 450 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mass of the ice produced within 24 hours when water is supplied at 20 degree Celsius. ഇതേ ഫ്രിഡ്ജിലേക്ക് ഞാൻ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കുക. ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറാണ് 20 ഡിഗ്രി സെൽഷ്യസ്. ഈ വെള്ളം 24 മണിക്കൂറും കൊണ്ട് 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസായിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രത്തോളം മാസിന് സാധിക്കും? അതായത് 24 മണിക്കൂർ കൊണ്ട് എത്രത്തോളം കിലോഗ്രാം ഓഫ് വാട്ടറിനെ എനിക്ക് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആക്കാൻ പറ്റും ഈ പെർട്ടിക്കുലർ റെഫ്രിജറേറ്ററിൽ? അതാണ് ചോദ്യം. ഓൾസോ ഫൈൻഡ് ഔട്ട് ദ മിനിമം പവർ റിക്വയർഡ്. ഈ ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് 450 ടൺ കപ്പാസിറ്റി ഉള്ള എൻ്റെ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ എത്രത്തോളം എനിക്ക് പവർ ഇൻപുട്ട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യങ്ങൾ. ഒരു റെഫ്രിജറേറ്ററിൻ്റെ ചോദ്യം നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു റെഫ്രിജറേറ്ററിനെ കാണിക്കുക. ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, ഒരു ലോ ടെമ്പറേച്ചർ ഉണ്ട്, അതിൻ്റെ നടുക്ക് നമ്മുടെ ഡിവൈസ് റെഫ്രിജറേറ്റർ. ഓരോന്നായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, നമ്മുടെ തന്നേക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് എഴുതാം നമുക്ക്. ഫസ്റ്റ് വൺ, എൻ്റെ ഹൈ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിൻ്റെയും -15 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ റെഫ്രിജറേറ്റർ. സോ ഹൈ ടെമ്പറേച്ചറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം യൂസിങ് T1. ഒരു കാര്യം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക, ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് വേണ്ട എന്തുണ്ട്? CP, സ്പെസിഫിക് ഹീറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. എല്ലാ ടെമ്പറേച്ചറും കെൽവിനിലേക്ക് മാറ്റി മാത്രമേ നമ്മുടെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് കെൽവിനിലേക്ക് ആക്കണം. 30 ഡിഗ്രി സെൽഷ്യസിന് ഇക്വലൻ 303 കെൽവിൻ ആണ് ഹയർ ടെമ്പറേച്ചർ. Low temperature T2 is given by -15 degree Celsius. It comes around 268 Kelvin. So നമുക്ക് രണ്ട് ടെമ്പറേച്ചേഴ്സ് മനസ്സിലായി. നമ്മുടെ ഡിവൈസ് ഏതാണ്? റെഫ്രിജറേറ്റർ ആണ്. അത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ആണ് അടുത്തത് കാണിക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ലോ ടെമ്പറേച്ചറിൽ നിന്ന് റെഫ്രിജറേറ്റർ അബ്സോർബ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ റിജക്റ്റ് ചെയ്യും. സോ ലോ ടെമ്പറേച്ചറിൽ നിന്ന് വരച്ച് സെക്കൻഡ് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഡിസ്പോസ് ചെയ്തു. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ആവശ്യമാണ്. സോ വി ഗിവ് ദ ആരോ ടുവേർഡ്സ് ദ റെഫ്രിജറേറ്റർ. ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്യാം. T2 ടെമ്പറേച്ചറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഹീറ്റിനെ Q2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു.
ഓർഡർ ഡിസ്പോസ് ചെയ്യുന്നതിനെ Q1 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. നമ്മൾ എടുക്കുന്ന വർക്കിനെ W എന്നും റെപ്രസെൻ്റ് ചെയ്തു. ഈ ഫിഗർ ഏറ്റവും ആദ്യം എന്തായാലും വരച്ചു വെച്ചിരിക്കുക. നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണിത്. ഒരു ഹൈ ടെമ്പറേച്ചർ, ഒരു ലോ ടെമ്പറേച്ചർ റെഫ്രിജറേറ്റർ. വർക്ക് ഇൻപുട്ട് ചെയ്യുന്നു, ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് എടുക്കുന്നു, ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. നമ്മൾ വരിക ക്വസ്റ്റ്യനിലേക്ക്. Capacity of a refrigerator is 450 tons. The most important word ആണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ എൻ്റെ റെഫ്രിജറേറ്റർ എത്ര കിലോഗ്രാം വാട്ടറിനെ ഐസ് ആക്കുന്നത്, എത്ര എമൗണ്ട് ഓഫ് ഹീറ്റിനെ 24 മണിക്കൂറിനുള്ളിൽ എടുത്ത് റിമൂവ് ചെയ്യും. അതിനാണ് ഞാൻ കപ്പാസിറ്റി എന്ന് വിളിക്കുക. സോ ബേസിക്കലി അതെന്താണ്, നമ്മുടെ Q2 തന്നെയാണ്. Q2 റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ, ഇതെല്ലാം സെയിം വേർഡാണ്. ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. അതിൻ്റെ എന്താണ് ബേസിക് റെപ്രസെൻറ്റേഷൻ, നമ്മുടെ Q2. സോ Q2 is given as 450 ton. 450 ton. അതിനെ നമുക്ക് കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർഷൻ ഇക്വേഷൻ ആണ് 450 into 3.9 3.87 ആണ്. 3.9 ചെയ്താൽ മതി. It will come around 450 into 3.9 comes around 1750 kilowatts. നമ്മൾ ടണ്ണിൽ തന്നതിനെ നമ്മൾ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ Q2 നമുക്ക് അറിയാം. നമുക്ക് ചോദിച്ചേക്കുക മിനിമം പവർ റിക്വയർഡ്, എത്രത്തോളം വർക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്. വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പവർ ഫ്രിഡ്ജിന് കൊടുത്താലാണ് നമുക്ക് ഇത്രയും ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചറിൽ റിജക്റ്റ് ചെയ്യുക. അതാണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഒരു റെഫ്രിജറേറ്റർ ഹീറ്റ് പമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, COP. ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട desired effect divided by work input. നമുക്ക് വേണ്ട desired effectനെ work inputനെ റേഷ്യോ ആണ് COP. ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ട desired effect ഇവിടെ എന്താണ്? നമുക്ക് വേണ്ടത് ഒരു പർട്ടിക്കുലർ സ്പേസിനെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര ഹീറ്റാണ് എടുക്കേണ്ടത്? Q2 ഹീറ്റാണ് എടുക്കേണ്ടത്. സോ ബേസിക്കലി എൻ്റെ ഡിസൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ Q2 ആയിരിക്കും. സോ ഇറ്റ് കംസ് 1750 വർക്ക് ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് W എന്ന് ഉപയോഗിച്ചിട്ട്. ഈ ഇക്വേഷൻ നമുക്ക് രണ്ടും അൺനോൺ ആണ്. COP നമുക്കറിയില്ല, W എന്താണെന്ന് നമുക്ക് അറിയില്ല. So in order to find W, in order to find work input, we need to know how much is COP. So to find COP, we have another equation because this is a Carnot cycle. Carnot cycle ആയതുകൊണ്ട് നമുക്ക് ഒരു ഇക്വേഷൻ കൂടി COPക്ക് അറിയാം in terms of temperature. ആ ഇക്വേഷൻ ആണ് നമ്മുടെ lower temperature divided by ratio of difference of higher temperature and low temperature. Refrigerator ആയതുകൊണ്ട് T2 divided by T1 minus T2. ഇതൊരു ഹീറ്റ് പമ്പ് ആയിരുന്നെങ്കിൽ T1 by T1 minus T2. നമുക്ക് COP കണ്ടുപിടിക്കാം. T2 is 268 divided by T1 is 303 minus 268. The value എത്ര വരും? 268 divided by 303 minus 268 is 7.6 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? COP കിട്ടുക. സോ COP comes to 7.6. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? COP നമുക്ക് കിട്ടി, വർക്ക് കണ്ടുപിടിക്കണം. വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. 1750 divided by 7.6. Answer വരും
228 kilowatts. So minimum power എത്രയാണ് required എന്നുള്ളത് നമുക്ക് കിട്ടി 228 kilowatt. അതായത് എൻ്റെ Q2 ആയ 1750 ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഇവിടെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് 228 kilowatt പവർ ആവശ്യമാണ്. ഇത്ര നമുക്ക് കണ്ടുപിടിച്ച്. ഇനിയാണ് the most important part. Find out the mass of the ice produced within 24 hours when water is applied at 20 degree Celsius. എൻ്റെ കയ്യിൽ 3 കമ്മോഡിറ്റീസ് ഉണ്ട്. വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അവിടെ നിന്ന് കുറച്ച് ഹീറ്റ് എടുക്കുന്നതോറും എനിക്ക് കിട്ടുക വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അവിടെ നിന്നും പിന്നെയും ഹീറ്റ് ഞാൻ അബ്സോർബ് ചെയ്യുമ്പോൾ ആ വാട്ടർ ടെമ്പറേച്ചർ കുറയുന്നതിന് പകരം എന്ത് സംഭവിക്കും? ഫേസ് ചേഞ്ച് സംഭവിച്ച് ഐസ് ആകും. ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അതിന് നമുക്കൊന്ന് ഒരു സ്കീമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. Just imagine that this is my water at 20 degree Celsius. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഹീറ്റ് ഞാൻ എടുത്ത് കളയും. So it becomes water at 0 degree Celsius. അതിനെ പിന്നെയും ആക്കി ഹീറ്റ് എടുത്ത് മാറ്റി ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓരോന്ന് റെപ്രസെന്റ് ചെയ്യാം. This is water at 20 degrees. This is water at 20 degrees and this will be water at 0 degrees. This will be ice at 0 degree. Okay, 20 ഡിഗ്രി സെൽഷ്യസിലുള്ള എൻ്റെ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഒറ്റ അർത്ഥമേ ഉള്ളൂ, വാട്ടറിൻ്റെ സെൻസിബിൾ ഹീറ്റിനെ ഞാൻ എടുത്ത് മാറ്റി. അതായത് എൻ്റെ വെള്ളക്കുപ്പി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചപ്പോൾ അവിടെ നിന്ന് എൻ്റെ റെഫ്രിജറേറ്റർ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. ആ അബ്സോർബ് ചെയ്യുന്ന ഏത് ഹീറ്റ് ആയിരിക്കും? സെൻസിബിൾ ഹീറ്റ് ആയിരിക്കും. കാര്യം ടെമ്പറേച്ചർ ചേഞ്ച് ആണ് വന്നേക്കുന്നത്. വാട്ടർ is remaining as water but the temperature 20 degrees is converted to 0 degree. So നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് എൻ്റെ ടെമ്പറേച്ചർ കൺവേർഷൻ നടന്നു. or in other words ഞാനൊരു സെൻസിബിൾ ഹീറ്റ് അബ്സോർബ് ചെയ്തു. നമുക്കിവിടെ എഴുതാം എന്താണ്? I absorb my water's sensible heat. ഓക്കെ, അതിനുശേഷം ആ 0 ഡിഗ്രി വെള്ളത്തിൽ നിന്നും പിന്നെയും ഹീറ്റ് എടുത്ത് മാറ്റിയാൽ എൻ്റെ റെഫ്രിജറേറ്റർ. പക്ഷെ ആ സമയത്ത് നോക്കുക, വാട്ടർ എന്നുള്ളത് മാറി ഐസായി, ടെമ്പറേച്ചേഴ്സിന് ഒരു ചേഞ്ച് വന്നിട്ടില്ല. സോ ഇവിടെ അബ്സോർബ് ചെയ്ത് ഏത് ഹീറ്റായിരിക്കും? ലേറ്റന്റ് ഹീറ്റ് ആയിരിക്കും. അങ്ങനെ എൻ്റെ സെൻസിബിൾ ഹീറ്റും ലേറ്റന്റ് ഹീറ്റും, ഇതിനൊക്കെ ഇക്വേഷൻസ് അറിയാം. ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം നമുക്കുണ്ടായ സെൻസിബിൾ ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു അവർ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. Represented temperature difference using mc delta t. അതായത് ഡെൽറ്റ ടി ടെമ്പറേച്ചർ കാരണം എൻ്റെ ഹീറ്റിന് കുറച്ച് ഹീറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. അതാണ് എം സി ഡെൽറ്റ ടി എന്നുള്ള സെൻസിബിൾ ഹീറ്റ്. അതേസമയം എൻ്റെ ലേറ്റന്റ് ഹീറ്റിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു മാസ് മൾട്ടിപ്ലൈഡ് ബൈ ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ നോക്കുക. 335 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. അതായത് എൻ്റെ 1
കിലോഗ്രാം ഐസ്, ഒരു കിലോഗ്രാം വാട്ടർ അറ്റ് 0°C, അതിൻ്റെ അകത്ത് നിന്ന് 335 കിലോ ജൂൾ ഹീറ്റ് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ എനിക്ക് ഐസ് കിട്ടും അറ്റ് 0°C. എത്രത്തോളം മാസിനാണോ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്രയും മാസിൻ്റെ നമുക്ക് കിട്ടും. മൊത്തം എത്ര ഹീറ്റ് എടുത്ത് കളയണമെന്നുള്ളത്. അപ്പോൾ ചുരുക്കം പറയാം, എൻ്റെ ഈ സെൻസിബിൾ ഹീറ്റിൻ്റെയും ലേറ്റൻറ്റ് ഹീറ്റിൻ്റെയും കൂടെ സമ്മ്, ഇത്രയും ഹീറ്റ് എനിക്ക് ഞാൻ കൊണ്ടുവച്ച വെള്ളക്കുപ്പിയിൽ നിന്ന് കളഞ്ഞാൽ മാത്രമേ എനിക്ക് അവിടെ ഒരു ഐസ് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മ് എത്രയാണോ അത്രയും ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് 24 മണിക്കൂർ കൊണ്ട് എത്രത്തോളം മാസിനെ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ പെർട്ടിക്കുലർ ഡിവൈസിന്, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ റെഫ്രിജറേറ്ററിന് 24 മണിക്കൂറും കൊണ്ട് എത്ര കിലോഗ്രാം വെള്ളത്തിനെ ഐസായിട്ട് കൺവേർട്ട് ചെയ്യാം, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താണ് നമുക്ക് വേണ്ട? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് Q2 ആണ് ഞാൻ റിജക്റ്റ് ചെയ്യുന്ന, അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q2 ആണ്, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി ആണ് 450 ടൺസ് ആണ്. ഈ 450 ടൺ അല്ലെങ്കിൽ 1750 കിലോ ജൂൾസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 1750 കിലോ ജൂൾ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം മാസിൻ്റെ ആണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സെൻസിബിൾ ഹീറ്റിൻ്റെയും ലേറ്റൻറ്റ് ഹീറ്റിൻ്റെയും കൂടെ സം എടുത്തിട്ട് ഇതിനോട് ഇക്വേറ്റ് ചെയ്യുക. സോ വി ക്യാൻ റൈറ്റ് മാസ് ഓഫ് ദ വാട്ടർ, ഐസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ വേണ്ടി 1750 കിലോ ജൂൾസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ അത്രയും കിലോ ജൂൾ നമുക്ക് ഹീറ്റ് എടുത്ത് കളയാം. ഇക്വേറ്റ് ചെയ്യുക, എത്രത്തോളം മാസ് ഓഫ് ഐസ് ആണ് വേണ്ടത് ഇൻറ്റു CP, നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ. ഫോർ വാട്ടർ നമുക്ക് എഴുതാം 4.2 മാസ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ വാല്യൂ ആണ് 4.2187. 4.2 എന്ന് എഴുതി, MC ഇൻറ്റു ΔT. നോക്കുക, ടെമ്പറേച്ചർ 20°C നിന്നും 0°C എനിക്ക് കൊണ്ടുവരേണ്ടത്. ഈ 30 ആയിട്ട് കൺഫ്യൂസ്ഡ് ആകരുത്. ഈ 30 എന്നുള്ളത് എൻ്റെ ഫ്രിഡ്ജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ ആണ്. പക്ഷെ എനിക്ക് വേണ്ട വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 20°C ആണ്. രണ്ടും കൂടി ഒരിക്കലും കൺഫ്യൂസ്ഡ് ആകരുത്. സോ വി റൈറ്റ് 20 മൈനസ് 0. ഇത്രയും സെൻസിബിൾ ഹീറ്റ് ചെയ്യാൻ അബ്സോർബ് ചെയ്യണം. അതിൻ്റെ കൂടെ ഇത്രയും സെൻസിബിൾ ഹീറ്റ് ചെയ്യാൻ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ വാട്ടർ 20°C നിന്നും 0° ആവും. അതേസമയം അതിനുശേഷം 0° ഉള്ള വാട്ടറിനെ എനിക്ക് 0° ഐസ് ആക്കണം. സോ വി അഗൈൻ യൂസ് ലേറ്റൻറ്റ് ഹീറ്റ്. മാസ് നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ് നമുക്കറിയാം 335 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഇതോടെ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. 1750 divided by 4.2 into 20 gives 84 plus 335. നമുക്ക് ആൻസർ കിട്ടും 4.17 കിലോഗ്രാം. 4.17 കിലോഗ്രാം ആണ് എന്ത്, ഒരു സെക്കൻഡിൽ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐസ്. അതായത് 1750 റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള എൻ്റെ ഫ്രിഡ്ജിന് 20°C വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എനിക്ക് 4.17 കിലോഗ്രാമിന് ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് കിട്ടിയത്. ഇനി അടുത്തത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ മാസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ 24 hours ആണ്. സോ ഒരു സെക്കൻഡിലാണ് നമുക്കിപ്പോൾ കണ്ടുപിടിച്ചത്. അടുത്തത് മാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 24 hours എന്ന് പറയുമ്പോൾ എന്ത് വരും? 4.17 ഇൻറ്റു സെക്കൻഡിനെ ഒരു ദിവസം ആക്കാൻ വേണ്ടി മിനിറ്റ് ആക്കി, അഗൈൻ അവർ ആക്കി, അഗൈൻ 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു ദിവസത്തെ കിട്ടും.
360,859 കിലോഗ്രാം. ഇത്രയും ഐസ് എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ സാധിക്കും എൻ്റെ ഈ പർട്ടിക്കുലർ റെഫ്രിജറൻ്റ് ഉപയോഗിച്ച്. അതിനെ ടണ്ണിലേക്ക് കൺവേർട്ട് ചെയ്താൽ 360 ടൺ. ഇത്രത്തോളം ഐസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ചോദ്യം. ചോദ്യം അറ്റാക്ക് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. എൻ്റെ കോൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കുക. കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇതൊന്ന് മനസ്സിലാക്കുക. ഈ 20 ഡിഗ്രിയും ഈ 30 ഡിഗ്രിയും കൂടെ ഡൗട്ട് ഉണ്ടാകരുത്, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കുക, ലേറ്റന്റ് ഹീറ്റിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കുക, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റോട് ഇക്വേറ്റ് ചെയ്യുക, മാസ് കണ്ടുപിടിക്കുക. ഇത് ഒരു സെക്കൻഡിലാണ്. കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര കിലോ ജൂൾ എന്നുള്ളതാണ്. ആ സെക്കൻഡിനെ ഒരു ഡേ ആക്കണമെങ്കിൽ ഇൻറ്റു 3600 ഇൻറ്റു 24. അപ്പം നമുക്ക് ഒരു ദിവസത്തെ മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.